നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാനിയെ 67 ഇസ്രായേൽ ഈജിപ്ത് യുദ്ധത്തിൽ സന്ധി സംഭാഷണം തയ്യാറായ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് കേഡൽ നാസറാണോ നാസർ ശേഷം വന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞു, ഇസ്രായേലോട് യുദ്ധം ചെയ്യാൻ ഞങ്ങൾക്ക് പ്രാപ്തരാണ്, പക്ഷേ അമേരിക്കയോട് യുദ്ധം ചെയ്യാൻ ഞങ്ങൾ പ്രാപ്തരല്ല. അമേരിക്ക മാത്രമല്ല, അമേരിക്ക പോലുള്ള വൻ ശക്തികളാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ സന്ധി സംഭാഷണം ഒപ്പിടുന്നതെന്ന് പറഞ്ഞ പോലെ അറ്റ കൈയെന്നെങ്കിൽ സംഘപരിവാറായിട്ടൊരു ധാരണ എത്താണ് മുസ്ലിങ്ങൾക്ക് നല്ലത് എന്ന പല കാര്യം പറഞ്ഞ കൂട്ടത്തിൽ അവസാന വാക്ക് ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോഴേ ചിലവർ എൻ്റെ മൂരാച്ചിയാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. മൂരാച്ചിയാണ് മൊയ്തീൻ ഷാ. എൻ്റെ പൊന്ന് സഹോദരങ്ങളെ, ഇന്ന് നാളെ 6 ബാബരി മസ്ജിദ് പൊളിച്ചതിൻ്റെ തലേ ദിവസം. കഴിഞ്ഞ അധ്യായത്തെക്കുറിച്ച് പറഞ്ഞൊന്നും കാര്യമില്ല. എങ്കിലും ലിബ്രാൻ കമ്മീഷൻ റിപ്പോർട്ടിൽ പല കാര്യങ്ങളും പറഞ്ഞ കൂട്ടത്തിൽ ഒരു വാക്കുകൂടി പറഞ്ഞു വരും. സംഘപരിവാറിനെ കുറിച്ചും മറ്റു വിശുദ്ധ പരിശനെ കുറിച്ചും അങ്ങനെ എല്ലാം BJPയെ കുറിച്ചും പറഞ്ഞതിന് ശേഷം ഒരു വാക്കുകൂടി പറഞ്ഞ് മുസ്ലിം നേതാക്കളും വേണ്ടത്ര ശ്രദ്ധിച്ചില്ല. അത് സത്യമായിരിക്കും. കാരണം ബുദ്ധിയുള്ള ഏതെങ്കിലും മുസ്ലിം ഇന്ത്യയിൽ ഉണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ ദിവസം വിശദമായിട്ട് പറഞ്ഞു, ഇപ്പോൾ പറയുന്നില്ല, ആ വിഷയം അങ്ങ് തീർത്ത് വൻ നഷ്ടത്തിൽ ഒഴിവാകാമായിരുന്നു. ബാബരി മസ്ജിദ് സ്വർണ്ണോട് പഴുത് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ബാബരി മസ്ജിദ് ഒന്നുമില്ലാതെ ആയിപ്പോയില്ലേ. അപ്പോൾ അതാ മുസ്ലിങ്ങൾ പോലും വേണ്ടത്ര ചിന്തിക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ സംരക്ഷിക്കേണ്ടത് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ പ്രധാനമായിട്ട് സംരക്ഷിക്കേണ്ട യഥാർത്ഥ അവകാശികൾ, ഉത്തരവാദികൾ ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്. ആ കോൺഗ്രസ്സിന് മേടിച്ചു പോയാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇത് രാഹുൽജിയുടെ കാലത്ത് മാത്രമല്ല, അങ്ങനെ നെഹ്റുവിൻ്റെ കാലത്തും ഞങ്ങൾക്ക് ഇന്നലെ പറഞ്ഞു വിശദമായിട്ട്. ബാബരി മസ്ജിദിലെ വിഗ്രഹം കൊണ്ട് വെച്ചത്, അത് മാറ്റാൻ പറഞ്ഞത്, അവസാനം ആലപ്പുഴക്കാരൻ KK നായർക്ക് വഴങ്ങി കൊടുത്തത്, സോമനാഥ ക്ഷേത്രത്തിൽ പ്രസിഡന്റ് പോകരുത്, പ്രസിഡന്റ് പോയത്, ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രധാനമന്ത്രിയാണ് അന്ന് ഉണ്ടായതെങ്കിൽ അതിനുശേഷം വന്ന ബാബരി മസ്ജിദ് തുറന്നു കൊടുത്ത് കോൺഗ്രസ് മന്ത്രിസഭയാണ്, രാജീവ് ഗാന്ധിയാണ്. അവസാനം പൊളിക്കാൻ കൂട്ടുന്ന സമയത്ത്, പൊളിച്ച സമയത്ത് ആഭ്യന്തരമന്ത്രിയാണ് YB ചവാനായിരുന്നു, നമ്മുടെ നരസിംഹ റാവുവായിരുന്നു പ്രധാനമന്ത്രി. ഇന്ത്യയുടെ സർവ്വ സന്നാഹവും ഈ രണ്ടുപേരുടെ കയ്യിലായിരുന്നു, പട്ടാളത്തിൻ്റെ. ലോകത്ത് 1ാം സ്ഥാനമാണ് കാലാൾപ്പടയിൽ, അല്ലെങ്കിൽ 2ാം സ്ഥാനം വെച്ചാൽ ചൈന കഴിഞ്ഞ 2ാം സ്ഥാനമാണ്. ലോകത്ത് 2ാം സ്ഥാനമെങ്കിലും മിനിമം ഉള്ള കാലാൾപ്പടയുള്ള പട്ടാളമുള്ള ഇന്ത്യൻ പട്ടാളം വിചാരിച്ചാൽ അത് സംരക്ഷിക്കാൻ പാടില്ലായിരുന്നോ? ചെയ്തില്ല. പൊളിച്ച് എല്ലാവരും അവനവൻ്റെ അയോധ്യയിൽ നിന്ന് പോയതിന് ശേഷമാണ് പട്ടാളം വന്നത്. അത് സന്നാഹമുണ്ട്, സ്പെഷ്യൽ ട്രെയിൻ, സ്പെഷ്യൽ ബസ് എല്ലാം ഉണ്ടായി. പൊളിച്ച് വൈകിട്ടോടുകൂടി എല്ലാവരും അവിടെ കയറി സുരക്ഷിതമായി അയോധ്യ വിട്ടുപോയി എന്ന് പൂർണ്ണ ബോധ്യം വന്ന ശേഷമാണ് ഈ റാവുവിൻ്റെ അല്ലെങ്കിൽ ചവാൻ്റെ പട്ടാളമൊക്കെ വന്നത്. മനസ്സിലാക്കണം, അന്ധമായ വിലയിരുത്തലാണ് കോൺഗ്രസിൻ്റെ. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. ലേറ്റസ്റ്റ് മിനിയാന്ന് വിജയലക്ഷ്മി എന്നൊരു BJPയുടെ മുൻ കൗൺസിലർ തിരുവനന്തപുരം DCC ഓഫീസിൽ വന്ന് മാലയിട്ട് സ്വീകരിച്ചൊക്കെ ചെയ്ത് 24 മണിക്കൂർ എടുത്തില്ല. 24 മണിക്കൂർ 1 ഡേ എന്ന് പറഞ്ഞാൽ അവർ തിരിച്ച് BJPയിലേക്ക് പോയി. പോയിട്ട് അവിടെ ചെയ്ത് പറഞ്ഞതറിയോ? ഞാൻ അങ്ങനെ പോയ വഴിക്ക് വിളിച്ച് കയറ്റി എനിക്ക് സ്വീകരിച്ചാന്ന്. ഒരു BJPയുടെ മുൻ കൗൺസിലർ പോയ വഴിക്ക് വിളിച്ച് കയറ്റി DC ഓഫീസിൽ കയറ്റി സ്വീകരണം കൊടുത്തു, മാല ഇട്ടണിയിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അവരുടെയൊക്കെ സ്വഭാവവും കോൺഗ്രസിലേക്ക് സ്വഭാവം എന്താണ്? അങ്ങനെ ഓടിയെത്തി കയറാൻ പറ്റുകയാണ് കോൺഗ്രസ് ഓഫീസ്. അങ്ങനെ വരുമ്പോൾ മാല ഇട്ടുകൊടുക്കാൻ തല എത്തുകയാണ് മുൻ കൗൺസിലർക്ക്. ഇതൊക്കെയാണ് ആത്മാർത്ഥതയില്ല, യാതൊരു ആത്മാർത്ഥതയില്ല. ആത്മാർത്ഥതയുണ്ടോ? ഇതുപോലെയാണ് മുരളീധരൻ്റെ തിരുവനന്തപുരം പിടിച്ചെടുക്കാന്ന് പറഞ്ഞ പിടിച്ചെടുക്കാന്നുള്ള തീരുമാനത്തിൻ്റെ ഒരു സൂചനയാണ് ഇപ്പോൾ കണ്ടത്. ഒരു ദിവസം പോലും ആയുസ്സുണ്ടായില്ല ജയലക്ഷ്മി പാർട്ടി ചേർത്തിട്ട്. എന്ത് ന്യായീകരണത്തിലാണ്? ഇന്നത്തെ എന്ത് അടിസ്ഥാനത്തിൽ 110 സീറ്റ് നിലവിലുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബാക്കി 40 സീറ്റ് എവിടുന്ന് പിടിച്ചെടുക്കുന്നുള്ള
അപ്പോൾ യാതൊരു തത്വദീക്ഷയില്ലാതെയാണ് കോൺഗ്രസ് നേതാക്കൾ. അതെല്ലാം ഈ വായുപോയ കോടൽ എവിടെയും വിട്ട പിന്നെ വാളെടുത്തല്ലോ വാളാൽ എന്ന് പറയുമ്പോൾ കോൺഗ്രസ് എല്ലാ നേതാക്കളാണ്. ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ കൊച്ചായി പോകും. ഞാൻ അഡ്വാൻസിന് പറയാണ്. ഇന്നലെ പറഞ്ഞു ഇവിടെ അച്ചടക്കമുള്ള ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എങ്കിൽ ഇവിടെ തിരഞ്ഞെടുത്താൽ ഈ നോമിനേറ്റ് ചെയ്ത APC പ്രസിഡന്റുണ്ട്, ഒരു പ്രതിപക്ഷ നേതാവുണ്ട്, അവരിലെ കാര്യങ്ങൾ നയിക്കുന്നുണ്ട്. അതുപോലെങ്കിൽ പാർട്ടി മീറ്റിങ്ങുകളും ഇവിടെ എന്താണ് രാഷ്ട്രീയ കാര്യസമിതിയുണ്ട്, 10, 80, 60, 50 ആയിട്ടുള്ള അവർ യോഗം കൂടിയിട്ട് അവർ അഭിപ്രായം പറയാം. ഇതൊക്കെയല്ലേ ഒരു ജനകീയ പാർട്ടിയിൽ, ജനാധിപത്യ പാർട്ടിയിൽ. കേഡർ പാർട്ടിയല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, കേഡർ പാർട്ടിയല്ല, സമ്മതിച്ചു ആൾക്കൂട്ട പാർട്ടി തന്നെയാണ്. പക്ഷേ എങ്കിലും അച്ചടക്കമില്ലേ? അത് അടിമത്തത്തെ നമ്മൾ എതിർക്കും. പക്ഷേ അച്ചടക്കം ഇല്ലെന്ന് പറ്റില്ല. അച്ചടക്കമില്ലാത്ത ഒരു സമൂഹവും, ഒരു സമുദായവും, ഒരു ജാതിയും, ഒരു പട്ടാളം, ഒരു പോലീസ് ഒന്നും വിജയിക്കില്ല. വിജയിക്കണമെങ്കിൽ അച്ചടക്കം കൂടിയേ തീരൂ. പക്ഷെ നമ്മൾ എതിർക്കുന്ന അടിമത്തത്തെയാണ്, അച്ചടക്കത്തെയല്ല. അടിമത്തത്തെ നമ്മൾ എതിർക്കും, പക്ഷെ അച്ചടക്കം പാലിക്കണം. ഇത് അച്ചടക്കമില്ല. അതിൻ്റെ കാരണം അച്ചടക്കാത്ത കാരണം ഒരു മെയിൻ സ്ട്രീമിൽ ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അടുത്ത സെക്കൻഡ് ചാൻസ് സീനിയോറിറ്റിയുള്ള ആളായിരിക്കണം. അവിടെ ഒരു ആജ്ഞാപവർ ഉണ്ടാവുള്ളൂ. ഇത് അച്ഛനാക്കും, മകനെയാക്കും, മകളെയാക്കും. അവർക്ക് എന്ത് ആജ്ഞാപവർ? അവർക്ക് എന്ത് ഇന്ത്യൻ രാഷ്ട്രീയം അറിയാം? കാരണം ഇന്ദിരാഗാന്ധി ശേഷം ആക്കേണ്ടത് ഇന്നയുടെ രാജീവ് ഗാന്ധി അല്ല, ഈ തെമ്മാടികൾ എന്ന് പറഞ്ഞാൽ പോലെ തെമ്മാടി കോൺഗ്രസ്സുകാർ മോഹനെ ആക്ക്. എന്ത് അർത്ഥമാണ് ഇന്ദിരാഗാന്ധി ശേഷം മോഹൻ വന്നത്, അല്ലെങ്കിൽ നെഹ്റുവിന് ശേഷം മോൾ വന്നത്? ഇതൊക്കെയല്ലേ ഇന്ത്യൻ രാഷ്ട്രീയത്തെ നശിപ്പിച്ച്. ഇപ്പം അങ്ങനെ പോരാണത്. ഇതങ്ങ് പറഞ്ഞു പോയാൽ പിന്നെ നമ്മുടെ ഇതൊക്കെ പറഞ്ഞുകൊണ്ടല്ലോ നമ്മുടെ ചാനൽ ആയിരക്കണക്കിന് ആൾക്കാർ ഇത് ചെയ്തൊക്കെ കുറച്ച് പേര് കുറച്ചിട്ടുണ്ട്, എണ്ണം കുറവാണ്. ആയിക്കോട്ടെ, എന്നാൽ സത്യം തുറന്ന് പറയും. ഞങ്ങൾ പറഞ്ഞ് കളവ് പറഞ്ഞ് അടുത്തതിനേക്കാൾ നല്ലത് സത്യം പറഞ്ഞ് അകലുകയാണ്. അതാണ് ഞങ്ങളുടെ പോളിസി. മൊയ്തീൻ ഷായുടെ ഗ്രൂപ്പിൽ പോളിസി അതാണ്. കളവ് പറഞ്ഞ് അടുത്തതിനേക്കാൾ നല്ലത് സത്യം പറഞ്ഞ് അകലുകയാണ്. സത്യം പറഞ്ഞ് അകത്ത് പോകുന്ന അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അച്ഛന് ശേഷം മകൻ, മകന് ശേഷം ഭാര്യ, ഭാര്യയ്ക്ക് ശേഷം അങ്ങനെ കീഴ്വഴക്ക് വരാണ് താവഴിയായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തെ. കോൺഗ്രസ് മാത്രമല്ല, എല്ലാ നെറുകെട്ട പാർട്ടിയും. എന്ത് അടിസ്ഥാനത്തിലാണ് 30-40 വർഷം പാർട്ടി വേണ്ടി പ്രവർത്തിച്ചവർക്ക് അവസരം കിട്ടാതെ ഇന്നലെ വന്നവർക്ക് അവസരം കൊടുക്കുക, അല്ലെങ്കിൽ മകന് കൊടുക്കുക, അച്ഛന് കൊടുക്കുക? ഈ കീഴ്വഴക്ക് നമ്മൾ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും? അതല്ലേ ഇനി കോൺഗ്രസ് നശിക്കാനുള്ള കാരണം. ഇനി എന്താ നശിക്കാനുള്ളത്? മനസ്സിലാകില്ല പറയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഈ മുസ്ലിം ജനസാമാന്യത്തെ പട്ടിണിയും പരിവട്ടായിട്ട് കഴിയാണ്. അവർക്ക് കിടക്കാനും സമാധാനം ഇല്ലെങ്കിൽ അതൊരു വലിയ ദാരിദ്ര്യം മാത്രമല്ല, സമാധാനമായിട്ട് കിടക്കാൻ, പട്ടിണി കിടക്കാൻ പോലും പറ്റില്ല. ഇന്ന് പണ്ട് സിനിമ പറഞ്ഞില്ലേ, ഇന്നലെ എങ്കിൽ പട്ടിണിയായത് നാളെ അതുമില്ല എന്ന് പറയും പോലെ, ഇന്നലെ വരെ പട്ടിണിയായത് നാളെ അതുമില്ല എന്ന് പറഞ്ഞ പോലെ ദാരിദ്ര്യമാണ്. പിന്നെ സമാധാനം കിടക്കാനും പറ്റില്ലല്ലോ. ആ മനുഷ്യൻ്റെ അവസ്ഥ എന്താണ്? അപ്പോൾ അങ്ങനെ ജനകോടികളുള്ള ഇന്ത്യയിലെ മുസ്ലിങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ആശ്വാസം കിട്ടുന്ന കാര്യത്തെക്കുറിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടത്. അങ്ങനെ വന്നപ്പോഴാണ് വർഷങ്ങൾ തീരുമാനമാണ് സംഘപരിവാരമായിട്ട് ധാരണ എത്താൻ പറഞ്ഞത്. അത് മൂരാച്ചി വന്നിട്ട് കാര്യമൊന്നുമില്ല. മൂരാച്ചി ഞങ്ങളല്ല, മൊയ്തീൻ ഷാ ഗ്രൂപ്പ്. നിങ്ങളാണ് മൂരാച്ചി. നിങ്ങൾ കുറേ ജീവിക്കാൻ സൗകര്യമുണ്ട്, പക്ഷെ അതിൻ്റെ പേരിൽ നിങ്ങൾ അണികളുടെ ഇത് കാണുന്നില്ല. മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് സീതി സാഹിബ് തമ്മിൽ തർക്കമുണ്ടാക്കി. എന്തൊക്കെ അറിയോ? അവിടെയാണ് മറ്റങ്ങട് സീതി സാഹിബ് സ്ഥാനം ഏൽക്കുന്നു, ഇസ്മായിൽ സാഹിബ് സ്ഥാനം ഏൽക്കുന്നു, സീതി സാഹിബ്. അങ്ങനെയാണ് തർക്കമുണ്ടായത്. അതൊക്കെയാണ് മാന്യത എന്നുള്ളത്. ഇവിടുന്ന് തർക്കമുണ്ടെങ്കിൽ എനിക്ക് കിട്ടാത്തതുകൊണ്ട് തർക്കം ഉണ്ടാക്കുന്നത്. അത് മാന്യതയാണോ? എന്ത് രാഷ്ട്രീയം? ഇപ്പം നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കളിക്കുന്ന BJPയുടെ അല്ലെങ്കിൽ RSS KSG-10 പത്രാധിപർ പറഞ്ഞേ നമ്മുടെ പിണറായി സഖാവ് മറ്റൊരു ടിപ്പു സുൽത്താനാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. കാരണം BJPക്ക് വലിയൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്. ആ തെറ്റൊരു മനസ്സിലാക്കിയവരാണ്. ആ തെറ്റെന്നറിയോ? ഉപ്പുള്ളപ്പോൾ ഉപ്പിലിട്ട് പോരാ എന്ന് പറയുമ്പോഴാണ് വർഗീയത പറഞ്ഞു നടന്ന BJP അവസാനം മാർക്സിസ്റ്റ് പാർട്ടി സപ്പോർട്ട് ചെയ്യും. മാർക്സിസ്റ്റ് പാർട്ടി അതിനെക്കുറിച്ച് ഇറങ്ങുകയെ. കോൺഗ്രസ് മൃദു ഹിന്ദുത്വമായിരുന്നെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി ശക്തമായ ഹിന്ദു ഇതിൽ കടന്നു.
അതിൻ്റെ അർത്ഥം നിങ്ങൾ വരുന്ന വോട്ടിലറിയാം. അതായത് ബി ജെ പിയുടെ നല്ലൊരു ശതമാനം വോട്ടും ചോർത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ പിണറായി സർക്കാർ പാർട്ടി കൊണ്ടുപോയി എന്നുള്ളത് ഈ വൈകിയാണെങ്കിലും RSS മനസ്സിലായി. അപ്പോൾ RSS ഒരു മറ്റുള്ളവർക്ക് ബി ജെ പിക്ക് കൂടി ഒരു താക്കീതാണ്. സൂക്ഷിച്ചില്ലെങ്കിൽ നിങ്ങളുടെ അടി എളുപ്പമെന്ന്. മനസ്സിലായില്ലേ? കാരണം ഇതിൽ ഒരു നാഴി മറ്റു നാഴിൽ ഇറങ്ങുമ്പോൾ ഇതിൽ ഒരു നാഴി പൊട്ടും. അത് ഇറക്കുന്ന നാഴിയാണോ പൊട്ടുന്നത്, ഇറങ്ങുന്ന നാഴിയാണോ നോക്കണം. അല്ലെങ്കിൽ സ്വീകരിക്കുന്ന നാഴിയാണോ പൊട്ടുന്നത്, അതിനകത്ത് ഇറക്കുന്ന നാഴിയാണോ പൊട്ടുന്നത് നോക്കണം. ഇവിടെ രണ്ട് നാഴി ആരാണ്? ഒന്ന് ബി ജെ പി, ഒന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അടിയിലത്തെ ബി ജെ പി നാഴിയിലേക്ക് കമ്മ്യൂണിസ്റ്റ് നാഴി ഇറക്കാൻ നോക്കും. ബി ജെ പി നാഴിയാണ് ശക്തമെങ്കിൽ ഇറക്കുന്ന കമ്മ്യൂണിസ്റ്റ് നാഴി പൊട്ടിപ്പോകും. അല്ല, കമ്മ്യൂണിസ്റ്റ് നാഴിയാണ് ശക്തമെങ്കിൽ ആൾക്ക് ഇറങ്ങിപ്പോകുന്ന സ്വീകരിക്കുന്ന നാഴി അടിയിൽ നാഴി പൊട്ടിപ്പോകും. ഏതിൽ ഒരു നാഴി പൊട്ടിത്തതിന് ശേഷം, കാരണം രണ്ട് നാഴി ഉണ്ടാവും, ഇറങ്ങില്ലല്ലോ, നിൽക്കില്ലല്ലോ, ഇതിൽ ഒന്ന് പൊട്ടിപ്പോലെ. അത് പഴഞ്ചലാണെങ്കിലും ബഗാനായിട്ടൊക്കെ പഴഞ്ചലാണെങ്കിൽ സത്യമല്ലേ, ഒരു നാഴി മറ്റു ഇറങ്ങില്ലാറും പോലെ. ബി ജെ പിയും പറയുന്നു, വർഗീയത പറയുന്നു, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ജാതീയത പറയുന്നു. എന്ത് തീവ്രമായി ജാതീയത പറയുന്നതയോ? പല സ്ഥലത്തുനിന്നും മുസ്ലിം സ്ഥാനാർത്ഥികൾ പോലും അവോയ്ഡ് ചെയ്തിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. നിൽക്കുകളില്ല ചെയ്യുന്നതാണ് അറിയാം കുറ്റപ്പെടുത്തി. ഇന്ന് മറ്റോ പ്രണയ സഖാവ് കൊച്ചിയിൽ വന്ന് 5-ാം തീയതി 5-6, ഇന്ന് 5-ആയിരുന്നു, നാളെ 6അല്ലേ. അപ്പോൾ ഏതായാലും അങ്ങനെ സംഭവം നടക്കും. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മനസ്സിലായിട്ടുണ്ടോ, ബി ജെ പി മനസ്സിലായില്ല. ബി ജെ പിക്ക് അല്ലെങ്കിൽ RSSന് അത് കുറച്ച് മനസ്സിലായി. അതിൻ്റെ പരിണത ഫലമാണ് KC ലേഖനം പിണറായി മറ്റൊരു ടിപ്പാണെന്ന്. അത് വലിയ മുന്നറിയിപ്പാണ്. അതിലേക്ക് ഒരുപാട് അർത്ഥം നൽകണം, മനസ്സിലാക്കണ്ടേ? ഇതാണ് സ്വതന്ത്രാനന്തര ഇന്ത്യയിലെ മുസ്ലിങ്ങളെ കുറിച്ച് പറയാം. അതും കൂടി പറഞ്ഞിട്ട് കാര്യമില്ല. ആ മുസ്ലിങ്ങൾ കാലാകാലങ്ങളിൽ ഓരോ രീതിയിലും മറ്റു രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടിരിക്കുകയാണ്. ഞങ്ങൾ 1 ലക്ഷത്തോളം വർഗീയതകൾ കൊണ്ട് 4 കോടിയോളം മുസ്ലിങ്ങൾ കശാപ്പ് ചെയ്ത്, മനുഷ്യർ കശാപ്പ് ചെയ്ത്, അല്ലെങ്കിൽ 90% മുസ്ലിങ്ങളാണ്, 10% ദളിതുള്ളൂ. എന്ത് സമാനം ഉണ്ടായിരുന്നത്? അപ്പം അങ്ങനെ വരുമ്പോൾ അതൊക്കെ ഒന്ന് ഒതുങ്ങണമെങ്കിൽ ഞങ്ങൾ പറഞ്ഞ ഫിലോസഫി, ഇവിടുത്തെ സവർണ മേധാവിത്വമാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയം, ഇന്ത്യയിലെ സാമൂഹിക പശ്ചാത്തലം എല്ലാ ഇതിലും അവർക്ക് അവരുടെ നില ക്ലിയർ ആണെന്ന് ബോധ്യം വന്നാൽ, ഉറപ്പ് വന്നാൽ, പിന്നെ ഒരു പള്ളിയും പൊളിക്കാൻ പറ്റില്ല, ഒരു മുസ്ലിങ്ങളും കൊല്ലാൻ പറ്റില്ല. അതല്ലെങ്കിൽ പല പള്ളിയും പൊളിക്കും. ഇപ്പോൾ എന്നിട്ട് ബി ജെ പിയുടെ ഭരണകാലത്ത് RSS ഉൾപ്പെടുത്തിയും 74 അമ്പലങ്ങാട് പൊളിച്ചുകൊണ്ട്, ഇന്നലെ പാർട്ടിയുടെ പിന്നെ എന്താണ് കാർപ്പോച്ചൊരു സ്ഥലമില്ലാത്തതുകൊണ്ട് 1600 വർഷം പഴക്കമുള്ള അമ്പലം പൊളിച്ചില്ലേ? ആര് ചോദിക്കാൻ? വീട്ടിലൊക്കെ നമുക്ക് അടുപ്പിൽ ഇടാന്ന് പറയുമ്പോൾ സംഘപരിവാർ RSS പറഞ്ഞ പിന്നെ ചോദിക്കാൻ ചെയ്യല്ലോ അവിടെ. അപ്പം ഇതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് ഈ പാവപ്പെട്ട മുസ്ലിം സമുദായത്തെ ഈ രീതിയിലേക്ക് ഇടണോ? മുസ്ലിങ്ങൾ ചിന്തിക്കണം, മുസ്ലിം സമൂഹം ചിന്തിക്കണം, ബുദ്ധിജീവികൾ ആരെങ്കിലും ചിന്തിക്കണം. പാവപ്പെട്ട മുസ്ലിം സമുദായത്തെ പട്ടിണിയാണെങ്കിലും സമാധാനം കിടക്കാൻ പോലും പറ്റിയില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? 1500 കുടുംബങ്ങൾ ആസാമിൽ പല പ്രാവശ്യമായിട്ട് എത്രയോ ആയിരങ്ങൾ നശിപ്പിച്ച്. എന്നിട്ട് എവിടെ പോയി നമ്മുടെ ഈ കോൺഗ്രസ്? അവർ സംരക്ഷണം കൊടുക്കുക കോൺഗ്രസ് എവിടെ പോയി? ഇനി മറ്റേ മമതയാണല്ലോ, മമത ഇപ്പോൾ കാര്യമായിട്ട് വന്നിട്ട് സുഭാഷ് ചന്ദ്രബോസ് മെമ്മോറിയൽ വിമാനത്താവളത്തിനകത്തൊരു പള്ളിയുണ്ട്, അത് സുരക്ഷിതമല്ല, അതുകൊണ്ട് അത് പൊളിച്ച് മാറ്റണം എന്ന് പറയുമ്പോൾ പിന്നെ നേതാവ് പറയുന്നത് എൻ്റെ ജീവൻ കളഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ലെന്നാണ്. അതൊക്കെ അങ്ങനെയാണോ പറയേണ്ടത്? അതന്വേഷിക്കണം. അപ്പോൾ അതൊക്കെ അന്ധമായ ഒരു വാക്കാണ്. വോട്ട് കിട്ടാൻ വേണ്ടി, വോട്ട് തട്ടിയെടുക്കാൻ വേണ്ടിയാണ്. സോളമൻ എന്ന് കുറ്റിയെ പങ്കിട്ടപ്പോൾ എന്താ പറഞ്ഞത്? യഥാർത്ഥ തള്ള എന്താ പറഞ്ഞത്? എനിക്ക് പകുതി വേണ്ട, നിങ്ങൾ തന്നെ ചോദിച്ചു എന്നല്ലേ? അങ്ങനെ ഒരു പള്ളി പൊളിക്കുന്നൊരു പറഞ്ഞാൽ, ഇപ്പോൾ തലസ്ഥാനം കൊച്ചിയിലേക്ക് മാറ്റുന്ന IBയുടെ പറഞ്ഞപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി ഒറ്റ ചിന്തയില്ല അതിനത് എതിർത്തു. അങ്ങനെയാണ് പറയേണ്ടത്. ശരി, നമുക്ക് അന്വേഷിക്കാം. അതുപോലെ മമത എന്താ പറയേണ്ടത്? അത് ഞാൻ അന്വേഷിക്കട്ടെ. അല്ല, പൊളിക്കില്ല, എൻ്റെ ശവത്തിൽ പൊട്ടിയ ഓളൂ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അടുത്ത് വോട്ട് ബാങ്ക് തന്നെയാണ്. അത് സ്നേഹം ഉണ്ടായിട്ടൊന്നുമില്ല. അത് പള്ളി മാറ്റാനല്ലേ? എത്ര പള്ളികൾ മാറ്റിയിടുന്നു? ഇപ്പോൾ വോട്ട് വികസനത്തിന് വേണ്ടിയും ഒക്കെ ചിലപ്പോൾ എത്ര പള്ളികൾ മാറിയിട്ടുണ്ട്. അങ്ങനെ മാറ്റാമല്ലോ, അങ്ങനെ നിയമമില്ലോ. അത് നശിപ്പിച്ച് കളയുന്നതും വിൽക്കാൻ പാടില്ലെന്നൊക്കെയാണ്. ഒരു അനിവാര്യമാണെങ്കിൽ, ഇന്നവിറ്റബിൾ
അനിവാര്യമാണെങ്കിൽ പള്ളിയല്ല ദൈവത്തെ പോലും മാറ്റണം. അതാണ് അതിൽ. അപ്പം ഇവരൊന്നും യഥാർത്ഥ ആത്മാർത്ഥമായിട്ടും മുസ്ലിം സ്നേഹമല്ല പറയുന്നത്. ഇതൊരു മനഃശാസ്ത്രം പറയുന്നത്. അതായത് നമ്മുടെ മമതയുടെ മനസ്സ് അങ്ങനെ തുറന്നു പറയാണ്. എടോ, ഇത് ആർക്ക് സാധിക്കും? മമതയുടെ മനസ്സ് പറയാൻ പറ്റും? ഇവിടെ ഇരിക്കുന്ന മൊയ്തീൻ ഷായുടെ ഗ്രൂപ്പിൽ എങ്ങനെ സാധിക്കും? അവർ സൈക്കോളജിസ്റ്റുകളാണ്, അവർ ചരിത്രചിന്തകന്മാരാണ്, അവർ ബുദ്ധിജീവികളാണ്, അവർ ദീർഘവീക്ഷണമാണ്, അവർ സ്റ്റഡിയേഡാണ്. അതുകൊണ്ട് പറയുന്നത് മമതയുടെ മനസ്സ് പറയുന്നത് നല്ല അറിയാൻ പറ്റുമോ? ഒരിക്കൽ പോലും നേരിട്ട് കാണാത്ത ഞങ്ങളുടെ ടീമല്ല മമതയെ. ആ മമതയുടെ വികാരം എന്താണെന്ന് പറയാൻ കാരണം അതാണ് മനഃശാസ്ത്രം. മനഃശാസ്ത്രം അറിയാമെങ്കിലേ നമുക്ക് തുറന്ന് പറയാം. കാരണം വെളിതൻ്റെയൊക്കെ മനഃശാസ്ത്രം തുറന്ന് പറയാം. പലതും നമ്മൾ പറയുന്നില്ല. കാരണം എന്തിനു പ്രശ്നം ഉണ്ടാക്കുള്ളൂ. എന്താണ് ഉണ്ണിത്താൻ? ഉണ്ണിത്തന് KPCCയുടെ മുൻ പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞ് നിങ്ങൾ ഉത്തരം നിർബന്ധമുണ്ടോ? അത് നിങ്ങൾ അതിന് ഉത്തരം പറഞ്ഞോട് ശക്തമായിട്ട് എതിർത്തു. അപ്പോൾ നിങ്ങൾക്ക് ആളാകണം, ഉണ്ണിത്താൻ ആളാകണം. അതെങ്ങനെ ആളായിരിക്കണേ? കാസർഗോഡ് പോലൊരു മണ്ഡലത്തിൽ 10 പേര് പകുതിയിൽ കൂടുതൽ മുസ്ലിങ്ങളുടെ മണ്ഡലത്തിൽ കൊല്ലത്തുനിന്ന് ഒരു നായരെ കൊണ്ട് നിർത്തി ജയിപ്പിച്ചത് നെറികെട്ട കോൺഗ്രസ്സുകാരോട് ഇനി എന്താ പറയാനുള്ളത്? അവിടെ എന്താ മുസ്ലിം സ്ഥാനാർത്ഥിയൊന്നും ഇല്ലേ? ഒരു മുസ്ലിം നിർത്തി ജയിപ്പിക്കാൻ പാടില്ലായിരുന്നോ? കൊടുക്കൂല. അവിടെ പിന്നെന്താ പറഞ്ഞത്? കൊല്ലത്തുനിന്ന് പെണ്ണ് കേസിൽപ്പെട്ട് പാർട്ടി നാണം കെടുത്തിയ ഒരാൾ വടകര കാസർഗോഡ് നിർത്തി കൊല്ലത്തുനിന്ന്. പറ്റില്ല. നായേഴ്സ് എല്ലാം വേണം. നായേഴ്സ് വേണില്ല, മുസ്ലിങ്ങൾ കൊടുക്കാൻ പറ്റില്ല. ആ ഒരെണ്ണം മേൻ പൊടിക്ക് അത് വേണ്ടെന്ന് പറഞ്ഞേ. ഇനി ആ മേൻ പൊടിക്കൽ വേണ്ടി നിർത്ത്. അത് ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് കൊടുക്കുന്നത്. അതിങ്ങനെ മുസ്ലിം ലീഗ് കുഞ്ഞാക്കായല്ലേ ഏറ്റവും വലിയ തെന്മാടത്തിനും കാണിച്ചത്. കാരണം 21 MLA-മാരുണ്ടെങ്കിൽ 7 മന്ത്രി വരെ കിട്ടും, 8 വരെ കിട്ടും. ഓട്ടെ, 7 മന്ത്രി കിട്ടും. അതിന് ഇദ്ദേഹം 4 വാങ്ങിച്ച് 1 മുസ്ലിം കൊടുത്തു. അപ്പോൾ 5 ആകുന്നുള്ളൂ. 6ാമതൊരു മന്ത്രി വന്നപ്പോഴാണ് ഇവിടെ വെള്ളാപ്പള്ളിയും NSS ഒക്കെ ഇടപെട്ട്. അതിന് വലിയ ആവശ്യമുണ്ടോ? ആ 4-5 മന്ത്രി സ്ഥാനം ചോദിച്ചപ്പോൾ ഞാൻ കൊടുക്കുന്നില്ല. പങ്കിട്ട സമയത്ത് കൊടുത്താൽ കുഴപ്പമില്ല. പിന്നീട് വരുമാനിച്ചത്. എന്നിട്ട് ഉമ്മൻചാണ്ടി സമുദായത്തെ 5-6 മാസം കൂടെ നാറ്റിച്ച് കളിച്ചില്ലേ മുസ്ലിം ലീഗിൻ്റെ പേരും പറഞ്ഞ്. ഇപ്പോൾ വെള്ളാപ്പള്ളി മുസ്ലിം ലീഗിൻ്റെ പേര് പറഞ്ഞ് മുസ്ലിം സമുദായത്തെ നാറ്റിക്കുന്നു. ഇന്നൊരു അച്ഛൻ പറഞ്ഞെന്നറിയോ? ഒരു അച്ഛൻ പറഞ്ഞു. എന്താ അച്ഛൻ പറഞ്ഞത്? മുസ്ലിങ്ങൾ 5% താഴെയുള്ള ന്യൂനപക്ഷമല്ല. അവിടെ അച്ഛനാ വിവരം ഇല്ലെങ്കിൽ പറഞ്ഞു കേൾപ്പിക്കാം. ന്യൂനപക്ഷങ്ങൾ മാത്രമല്ല, പിന്നോക്കാവസ്ഥ കൂടിയുണ്ട്. 2 കാര്യമാണ്. ഒന്ന് ന്യൂനപക്ഷമാണ്, ഒന്ന് പിന്നോക്കാവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് റിസർവേഷൻ കൊടുക്കുന്നത്. അതും പകുതി പോലും ഇല്ല. 40% മുസ്ലിങ്ങൾ 12%, 14, 36, 3 ഉള്ളൂ. അതുപോലും പൂർത്തിയാകുന്നില്ല. എന്നിട്ട് അച്ഛൻ പറഞ്ഞറിയോ? മുഴുവൻ മുസ്ലിങ്ങൾ കൊണ്ടുപോയതാണ്. ഇതുപോലത്തെ അമ്മാടത്തിനും പറയുന്നവർക്ക് എന്താ ചെയ്യാൻ പറ്റും? അങ്ങോട്ട് പറയാണ്. ഇന്നാളൊരുത്തൻ പറഞ്ഞ് മുസ്ലിം എന്ത് കേട്ട ഉടനെ 12% അവർക്ക് റിസർവേഷൻ മാറ്റിവെച്ചു. 40% നോക്കണം. നമ്മൾ പറഞ്ഞാൽ നിങ്ങൾ ജാതീയമായിട്ട് കണക്കെടുത്തിട്ട് ആരെല്ലാം നേടിയിട്ടുണ്ടെങ്കിൽ മുസ്ലിങ്ങൾ കൊടുക്കരുതേ. ആര് പറഞ്ഞ കൊടുക്കാൻ? അത് പറയില്ല. ഖജനാവിലെ പണമില്ല, 90% പണം കൊടുക്കുന്ന ഒരു വിഭാഗത്തിൽ കൊണ്ട് അതും കാണൂല. എന്നിട്ട് മൊല്ലാക്കാട് പള്ളിയിൽ അമ്പലത്തിൽ പണം കൊടുത്ത് മൊല്ലാക്കമാർക്ക് പെൻഷൻ കൊടുക്കും, ശമ്പളം കൊടുക്കും എന്ന് പറയാനുള്ളൂ. അതായത് കടുക് ചോദിച്ച് കാണും, നാളികേരം ചോദിച്ച് കാണില്ല എന്ന് പറഞ്ഞാൽ. അതിനൊക്കെ ഒരു മാറ്റം പറ്റണം, ഒരു അറുതി പറ്റണം. അന്തമായ RS വിരോധം പറഞ്ഞ്, അന്തമായ BJP വിരോധം പറഞ്ഞ്, അല്ലെങ്കിൽ അന്തമായ ലീഗ് സ്നേഹം പറഞ്ഞ് സത്യത്തിന് കണ്ണെടുക്കരുത്. യാഥാർത്ഥ്യമായിരിക്കണം, സത്യമായിരിക്കണം. നിങ്ങൾ കണക്ക് നോക്കിയിട്ട് മുസ്ലിങ്ങൾക്ക് ജനസംഖ്യക്ക് ആനുപാതികമായിട്ടുള്ള സംവരണം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ കൊടുക്കണ്ടെന്ന് ക്യാൻസൽ ചെയ്തോ. അതിന് സെൻസസ് നടത്തണ്ടേ? സെൻസസ് നടത്താൻ പറഞ്ഞ് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ട് അതേക്കുറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കംപ്ലീറ്റ് തട്ടിക്കളഞ്ഞ് അവർ അന്നും സവർണന് വേണ്ടി നിൽക്കുന്നവരാണ്. കോൺഗ്രസ് ഒരക്ഷൻ മിണ്ടിയോ, ഈ സതീശൻ മിണ്ടിയോ? അതിനെല്ലാം സവർണരാണ്. രക്ഷയില്ലാതെ ഞങ്ങൾ മുന്നോക്ക സമുദായത്തെ കൂടാൻ രക്ഷയില്ലാത്തതുകൊണ്ടാണ്. വേറെ ഒരു മാർഗവും. ഈ കോൺഗ്രസ് നമ്പാൻ പാടില്ല, പിന്നോക്ക് യോജിക്കില്ല, ദളിതും പറ്റുന്നില്ല. ദളിതും കാലുമായിരുന്നു, മായാവതിയൊക്കെ കാലുമാരില്ലേ. പിന്നെ നമ്മൾ എന്താ ചെയ്യുക? അണികളെ പിടിച്ചു നിർത്താൻ, അവരെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ സവർണ വിഭാഗത്തെ അല്ലെങ്കിൽ മുന്നോക്ക സമുദായമായിട്ട് ധാരണ എത്താന്ന് പറഞ്ഞിട്ട് കാരണം.
അത് വെറുതെ പറഞ്ഞല്ല, ബുദ്ധിപൂർവ്വം പറഞ്ഞാണ്. അതിന് അല്പബുദ്ധികൾക്കൊന്നും മനസ്സിലാവില്ല. അല്പബുദ്ധികൾ പറഞ്ഞാൽ മൂരാച്ചിയാണ് ഞാൻ, മൊയ്തീൻ മൂരാച്ചിയാണെന്നാണ്. അതൊക്കെ അല്പബുദ്ധി പറയുമ്പോൾ ശരിയാണ്. ഞാനൊരു RS അങ്ങോട്ട് പക്കായിട്ട് എഴുതി കഴിഞ്ഞാൽ എൻ്റെ കൂടെ ആളുണ്ടാവും. അതെങ്ങനെ അന്ധമായിട്ട് ഒരാൾ 100% ഇറക്കുന്നത്? 100% തെറ്റായി ഒരു വസ്തു ലോകത്തില്ലെന്നാണ്. 100% നല്ലതില്ല. അപ്പോൾ പിന്നെ RS 100% നല്ലതാണോ? 100% മോശമാണോ? 100% മോശം നമ്മൾ അന്ധമായിട്ട് ഇറക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞ് പ്രശ്നാധിഷ്ഠിതമാണ്. പ്രശ്നങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ഞങ്ങൾ എതിർക്കുന്നത്. നിങ്ങൾ RS എതിർക്കുകയാണെങ്കിൽ ഇപ്പം എൻ്റെ കൂടെ ആൾക്കാരാണ്, ആയിരക്കണക്കിന് ആൾക്കാരുണ്ടോ. അല്ലെങ്കിൽ ലീഗിനോ പൂഴ്ത്തി പറഞ്ഞാൽ കോൺഗ്രസ് പൂഴ്ത്തി പറഞ്ഞാൽ കുറേ അധികം ആൾക്കാരുണ്ടാവും. നമ്മളും പറയുന്നത് പ്രശ്നാധിഷ്ഠിതമാണ്. അന്ധമായ കോൺഗ്രസ് അനുകൂലിക്കാൻ എതിർക്കുന്നില്ല. എങ്ങനെ ഇതൊക്കെ കണ്ണോട് പറയാതെ ഇരിക്കും സാർ? ഇപ്പോഴും കേരളത്തിൽ ഭരണം ഇങ്ങനെ പിടിച്ചെടുക്കാന്നുള്ളതല്ല. ഇപ്പോൾ പെണ്ണ് കേസിൻ്റെ പുറകെ നടക്കാം. ഇനി വേറെ ആൾ പേര് വരും. ഇനി ഇലക്ഷൻ വരും. അങ്ങനെ പല പല പെണ്ണ് കേസ് വരും. ഉമ്മൻചാണ്ടി പോലും മറ്റെന്തൊക്കെ പറഞ്ഞാലും അത് വയോവൃദ്ധനെ PC ജോർജൊക്കെ കാണിച്ച് തന്തയില്ലാതെ തന്നെ ഒരു സംശയക്കാരത്തില്ല. ഇനി അങ്ങനെ ആളൊന്നും വിചാരിക്കുക. PC ജോർജ് ചോദിക്കുകയാണ്, PC ജോർജ് കണ്ടു, നിങ്ങൾ പറഞ്ഞു കണ്ടു, എന്നാൽ പോലും അത് പുറത്ത് പറയാമോ? അത് തന്തയില്ല MLA, ഒരു മുൻ മുഖ്യമന്ത്രി. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അസുഖം വന്ന് പെട്ടെന്ന് മരിച്ചത്. അല്ല ഇത്ര പെട്ടെന്ന് മരിക്കില്ല. നമുക്ക് റെസിസ്റ്റൻസ് പവർ ഉണ്ട്, പ്രതിരോധ ശേഷി. അതില്ലെങ്കിൽ പെട്ടെന്ന് അസുഖം ബാധിക്കും, മനസ്സിനെയും ശരീരത്തെയും ബാധിക്കും. അങ്ങനെ ബാധിച്ചാൽ പുള്ളി ഇത്ര പെട്ടെന്ന്, അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് ഉമ്മൻചാണ്ടി പോവില്ല. ഞാൻ പുള്ളി കൈ പിടിച്ചിട്ട് പുള്ളിയുടെ തോളത്ത് പിടിച്ചിട്ടുണ്ട്. തോളത്ത് കയറുക കോഴിയുടെ ഇതുപോലെ ഇറച്ചി മാംസം വളരെ വയലിൽ മാത്രമേ ഉള്ളൂ. അന്ന് നമ്മൾ പറഞ്ഞ സംഗതി. എനിക്കിപ്പോൾ അദ്ദേഹത്തെ നേരിട്ട് പോയി ശരീരം ആരോഗ്യ മോശമൊക്കെ എനിക്ക് പറയാൻ പറ്റുമോ? ഞാൻ അത് അങ്ങനെ ബന്ധമുണ്ടോ? ചെറിയൊരു ക്ഷണിക്കാൻ വേണ്ടി പോയപ്പോഴും അങ്ങനെ പിടിച്ചു മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഉമ്മൻചാണ്ടിയെ കുറിച്ച് മറ്റേ PC ജോർജ് പറഞ്ഞു പ്രതിപക്ഷ കാണിച്ചൊക്കെ തന്തയില്ലായ്മ തന്നെയാണ്, കേട്ടില്ല. ഇതാണ് അവസ്ഥ. അപ്പം നമ്മൾ പറഞ്ഞത് സംഘപരിവാരായിട്ട് ഒരു ധാരണ എത്തിയാൽ പോലും തെറ്റില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാന ഘടകം സംരക്ഷിക്കേണ്ട പാർട്ടിയെ കോൺഗ്രസും പ്രതിപക്ഷങ്ങളും മുസ്ലിം സമുദായത്തിന് വേണ്ടി ശ്രദ്ധിക്കുന്നില്ല. മുസ്ലിം സമുദായത്തിന് അല്പസ്വല്പം സമ്പത്തും വിദ്യാഭ്യാസവും കഴിവുള്ളവർ വേണ്ടത്ര സമുദായത്തിന് വേണ്ടി ശ്രദ്ധിക്കുന്നില്ല. അതാണല്ലോ ലിബറൽ കമ്മീഷൻ പറഞ്ഞു. ബാബരി മസ്ജിദായിട്ട് മറ്റെല്ലാം കുറ്റം പറഞ്ഞു. അവസാനം മുസ്ലിം നേതാക്കളും വേണ്ടത്ര ശ്രദ്ധിച്ചില്ല എന്ന് അവർ ലിബറൽ കമ്മീഷൻ. ലിബറൽ കമ്മീഷൻ പ്രത്യേകിച്ച് മതമൊന്നുമല്ലല്ലോ, ഒരു അന്വേഷണ കമ്മീഷൻ. അത് ശരിയല്ലേ? ഇത് കുഞ്ഞാക്കനെ പോലുള്ള അല്ലെങ്കിൽ അതുപോലെ സമ്പത്തുള്ളൊരു സമുദായത്തിന് വേണ്ടി എന്താ ചെയ്യുന്നത്? എനിക്കതാ പറഞ്ഞു. ഇസ്മായിൽ സാഹിബും സീതി സാഹിബും തമ്മിൽ തർക്കമുണ്ടായി. അത് എന്തിനാണ്? സീതി സാഹിബിന് ആ സ്ഥാനത്ത് കൊടുക്കണമെന്ന് ഇസ്മായിൽ സാഹിബിന് കൊടുക്കുന്നത് സീതി സാഹിബും പറഞ്ഞു. അവിടെയാണ് തർക്കം ഉണ്ടായത്. ആ തർക്കം ഇപ്പോൾ തർക്കം ഇപ്പോഴത്തെ എനിക്ക് കിട്ടാത്ത ഒരു തർക്കം ഉണ്ടാക്കുന്നത്. അത് അജഗജാതിന് വ്യത്യാസമുണ്ട്. കടലാടി പോലെ ആടും അടലൂടം പോലെ വ്യത്യാസമുണ്ട്. അങ്ങോട്ട് മാന്യന്മാർ നേതാക്കന്മാർ അവിടെയല്ലേ മനസ്സിലാക്കേണ്ടത്. ഇന്നത്തെ ലീഗ് നേതാക്കൾ എങ്ങനെയാണോ? ലീഗ് നേതാക്കൾ ഉണ്ടായതെങ്കിൽ ആ പേര് മാറ്റി ഒരു ദേശീയതയിൽ നിന്ന് കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ ശ്രമിച്ചാലേ. അതായില്ല. അങ്ങനെ അവസരം ബാബരി മസ്ജിദ് എല്ലാം നശിപ്പിച്ച് അവസാനം ബാബരി മസ്ജിദ് വിട്ടുകൊടുത്ത പോലെ മുസ്ലിം ലീഗ് എന്ന വിഷയം എല്ലാം നശിച്ച് അവസാനം ഒന്നിനും കൊള്ളില്ലാത്തതായി തീർന്ന് അപ്രസക്തമായി കാലയവനിക്കുള്ളിൽ പോകും. അത് പോകാതിരിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ പറയുകയാണ്, ഞാൻ ദീർഘമായിട്ട് പറയുന്നത്, നിങ്ങൾ എത്രയും പെട്ടെന്ന് പേര് മാറ്റി ദേശീയതയിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ശുഭമാണ്, നിങ്ങൾക്ക് നല്ലതാണ്. അതിപ്പോഴും ചിന്തിക്കുന്നില്ല. ഞാൻ ബിരാസിൻ്റെ മകൻ നല്ലൊരു നേതാവ്, തെറ്റില്ല. നേതാവ് എന്ന് പറയാൻ പറ്റില്ല, ഒരു സാംസ്കാരിക ആളാണ്, കുഴപ്പമില്ല. പക്ഷെ അദ്ദേഹം പോലും മുസ്ലിം ലീഗിൻ്റെ പേരും അതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. ഇത്രയും വർഷങ്ങൾ ഇത്രയും കാര്യം ശിഹാബ് കാലം മുതൽ 25 വർഷം മുമ്പ് ഞാൻ ഫാക്സ് അയച്ചതിൻ്റെ രേഖ എൻ്റെ കയ്യിലുണ്ട്. പറഞ്ഞു സാറേ സേഡ് സാഹിബ് തങ്ങളെ ഇങ്ങനെ ചെയ്യ്, അതിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ കുറച്ചുകൂടെയൊക്കെ ബുദ്ധിപൂർവ്വം മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി ചെയ്യുന്നു.